നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്കോ അല്ലെങ്കിൽ അതിരാവിലെ ജനൽപ്പാളിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മഞ്ഞു തുള്ളികളിലേക്കോ സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടോ? ഒറ്റ നോട്ടത്തിൽ അത് ഭയങ്കര ശാന്തവും ലളിതവുമാണെന്ന് തോന്നും. പക്ഷേ നമ്മൾ അതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള തന്മാത്രയുടെ വലുപ്പത്തിലേക്ക് ചുരുങ്ങി അതിനെ നോക്കുകയാണെങ്കിൽ വെള്ളം എന്ന് പറയുന്നത് വല്ലാത്ത തിരക്കുള്ള കുറേ സാധനങ്ങൾ ചേർന്നതായിട്ട് കാണാം. നമ്മൾ വളരെ നിസ്സാരമായിട്ട് വെള്ളം എന്ന് വിളിക്കുന്ന ഈ സാധനം യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിൽ തന്നെ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള ഒരു മോളിക്യൂളാണ്. ഹൈഡ്രജൻ്റെ രണ്ട് കുഞ്ഞാറ്റങ്ങളും ഓക്സിജൻ്റെ ഒരു ആറ്റവും കൂടി ചേർന്നുണ്ടാകുന്നതാണ് ഇതെന്ന് നമുക്കറിയാം. പക്ഷേ ഇത് വെറുതെ അടുത്ത് വന്നിങ്ങനെ ഇരിക്കുകയല്ല. പകരം കോവാലൻ്റ് ബോണ്ട് എന്ന് വിളിക്കുന്ന അതിശക്തമായൊരു അദൃശ്യ ബന്ധനത്തിലൂടെ ഇവർ ഇങ്ങനെ കോർത്ത് പിടിച്ചിരിക്കുകയാണ്. ആറ്റങ്ങൾക്കിടയിലുള്ള ഇലക്ട്രോണുകളുടെ പങ്കുവയ്ക്കൽ മൂലമുണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് കോവാലൻ്റ് ബോണ്ട്. നമ്മൾ കുട്ടിക്കാലത്ത് പഠിച്ചിട്ടുണ്ട്. ഇതിനെ എങ്ങനെ സങ്കല്പിക്കാമെന്ന് ചോദിച്ചാൽ, രണ്ടാളുകൾ അത്രമേൽ ശക്തിയിൽ കൈകൾ കോർത്ത് പിടിച്ച് ഒരൊറ്റ യൂണിറ്റായി ഒറ്റക്കെട്ടായി നിൽക്കുന്നത് പോലെയാണ്. ഈ ഒരു പ്രത്യേക രീതിയിലുള്ള പിടുത്തം കാരണമാണ് വെള്ളത്തിന് ഒരു പശപ്പുള്ള സ്വഭാവം പുറത്തൊക്കെ പറ്റിപ്പിടിക്കുന്നത്. അതുകൊണ്ടാണ് വെള്ളം തുള്ളിയായി മാറുന്നതും നമ്മുടെ ശരീരത്തിലെ ഞരമ്പുകളിലൂടെ ഒഴുകുകയൊക്കെ ചെയ്യുന്നത്. എന്തിനേറെ, നമ്മുടെ അസ്ഥികളെ നിർമ്മിക്കുന്ന ധാതുക്കളെ പോലും ലയിപ്പിക്കാൻ വെള്ളത്തിന് ഇതുകൊണ്ട് കഴിവുണ്ട്. നമ്മൾ ശ്വസിക്കുന്ന വായു പോലും ശരിക്കും ശൂന്യമായ ഒരു കാര്യമല്ല, മറിച്ച് കോടിക്കണക്കിന് സൂക്ഷ്മ കണങ്ങളുടെ വലിയൊരു കലവറയാണ്. നൈട്രജനും ഓക്സിജനും പൊടിപടലങ്ങളും ജലബാഷ്പവും ഒക്കെ ചേർന്ന ഒരു ഇൻവിസിബിൾ സൂപ്പ്. ഓരോ ശ്വാസത്തിലും ഈ മിശ്രിതമാണ് നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നത്. പക്ഷേ ഇവിടെയാണ് ശാസ്ത്രത്തിലെ ഏറ്റവും വലിയ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു ചോദ്യം വരുന്നത്. ഈ പ്രപഞ്ചം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വെള്ളം, ഗ്യാസ്, പൊടി, മണ്ണ് അങ്ങനെ നിർജ്ജീവമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ രാസവസ്തുക്കളുടെ ഒരു പ്രത്യേക കൂട്ടം മാത്രം ജീവനുള്ളവയായി മാറുന്നത്? അല്ലെങ്കിൽ ഒരു പ്രത്യേക കൂട്ടം എങ്ങനെയാണ് മനുഷ്യനായി മാറുന്നത്? നമ്മുടെ അടിസ്ഥാന സത്തയുടെ ചേരുവകൾ എന്തൊക്കെയാണ്? വെറും കല്ലുകളിൽ നിന്നും കാറ്റുകളിൽ നിന്നും നമ്മളെ വേർതിരിക്കുന്ന ആ സ്പാർക്ക് അല്ലെങ്കിൽ ആ മിന്നൽ പിണർ 4 ശതകോടി വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 400 കോടി വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെ ഉണ്ടായി? ഇന്ന് നമ്മളെ മറ്റു വസ്തുക്കളിൽ നിന്ന് വേർതിരിച്ച് നിർത്തുന്ന ആ പ്രധാന രഹസ്യം എന്താണ്? മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയ കാലം മുതൽക്കേ ഈ ചോദ്യം നമ്മുടെ കൂടെയുണ്ട്. പണ്ട് ആദിമ മനുഷ്യർ തീ കൂട്ടിയിരിക്കുമ്പോൾ അവർ ഇത് ആലോചിച്ചിട്ടുണ്ടാവാം. എന്തുകൊണ്ടാണ് ഉണങ്ങിയ മരക്കഷ്ണം കത്തുമ്പോൾ ചാരമായി മാറുന്നതെന്നും എന്നാൽ അതേ തീയുടെ മുന്നിലിരിക്കുന്ന നമ്മൾ എങ്ങനെ ജീവനോടെ ഇരിക്കുന്നു എന്നുള്ളത്. ഏകദേശം BC 7-ാം നൂറ്റാണ്ടായപ്പോൾ ഗ്രീക്ക് ചിന്തകന്മാരായിട്ടുള്ള പ്ലേറ്റോയും എപ്പിക്യൂറസും ലുക്രീഷ്യസും ഒക്കെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ ഒരു വലിയ കരിയറായിട്ട് ഏറ്റെടുക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അവർ ലോകത്തിൻ്റെ ലോജിക്ക് കണ്ടെത്താൻ ഫിലോസഫി അഥവാ തത്വശാസ്ത്രം എന്ന വിദ്യ കണ്ടുപിടിക്കുന്നത്. അവരുടെ പ്രധാന നിഗമനം വളരെ സിമ്പിളാണ്. ജീവനിൽ നിന്ന് മാത്രമേ ഉണ്ടാകൂ. ഒരു പൂച്ചയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നു, ഒരു മരം വിത്തുകളിടുന്നു. പക്ഷേ ഈ ലോജിക്കിനൊരു പരിമിതിയുണ്ട്. ഓരോ ജീവിക്കും ഒരു മാതാപിതാക്കൾ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ആദ്യത്തെ ജീവി ഉണ്ടായത്? ആദ്യത്തെ മാതാപിതാക്കൾ എവിടെ നിന്ന് വന്നു? ആ ഒരു ആദ്യത്തെ കണ്ണി എങ്ങനെ രൂപപ്പെട്ടു? ഈ ഒരു വലിയ കുരുക്കഴിക്കാൻ വേണ്ടി BC 4-ാം നൂറ്റാണ്ടിൽ അരിസ്റ്റോട്ടിൽ എന്ന വിഖ്യാത ചിന്തകൻ ഒരു ഐഡിയ മുന്നോട്ട് വെച്ചു. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ഇല്ലോജിക്കലായിട്ട് തോന്നും. പക്ഷേ അന്ന് ഇല്ലോജിക്കലായിട്ട് തോന്നി തള്ളിക്കളഞ്ഞ കാര്യങ്ങളെക്കാൾ ഭീകരമായ ഇല്ലോജിക്കൽ തിങ്സ് ഇപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. 1500-2000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഇല്ലോജിക്കൽ തിങ്സിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. നമുക്ക് മാജിക് പോലെ തോന്നുമെങ്കിലും അന്നത്തെ മനുഷ്യർ കണ്ട കാര്യങ്ങൾ വെച്ചാണ് അദ്ദേഹം അത് പറയുന്നത്. സ്പോണ്ടേനിയസ് ജനറേഷൻ എന്ന് പറയുന്നൊരു കാര്യം, അതായത് ജീവനില്ലാത്ത വസ്തുക്കളിൽ ന്യൂമ അല്ലെങ്കിൽ വൈറ്റൽ ഹീറ്റ് എന്നറിയപ്പെടുന്ന ഒരുതരം ജീവന് ആവശ്യമായിട്ടുള്ള ഊർജ്ജമുണ്ടെന്നും അതിൽ നിന്നും ജീവൻ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിന് തെളിവായിട്ട് അദ്ദേഹം കണ്ടത് ചീഞ്ഞഴുകുന്ന ചാണകത്തിൽ നിന്നും പുഴുക്കൾ തനിയെ ഉണ്ടാകുന്നതും പുലർകാലത്തെ മഞ്ഞു തുള്ളികളിൽ നിന്നും പ്രാണികൾ ജനിക്കുന്നതും ഒക്കെയാണ്. കടൽക്കരയിലെ ചീഞ്ഞഴുകുന്ന പായലുകളിൽ നിന്നും ഈലികൾ എന്നറിയപ്പെടുന്ന മീനുകൾ തനിയെ ഉണ്ടായതായിട്ട് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. ഏറ്റവും പ്രധാനമായിട്ട് അരിസ്റ്റോട്ടലിൻ്റെ ഈ ചിന്താഗതിയാണ് ശരിയെന്ന് ഏകദേശം 2000-ഓളം വർഷം ആളുകൾ വിശ്വസിക്കുകയും അത് വെച്ച് ലോകം ഭരിക്കുകയും ചെയ്തു. അതായത് എത്ര തലമുറയാണ് ജനിച്ച് ജീവിച്ച് മരിച്ചത് ഇതാണ് ശരിയെന്ന് വിചാരിച്ച് അതിനുവേണ്ടി വാദിച്ച് അതിനെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട്. അരിസ്റ്റോട്ടലിന് ശേഷം വന്ന പല സയൻറ്റിസ്റ്റുകളും ഇതേ പാതയാണ് ഫോളോ ചെയ്ത. അവർ ജീവനെ ഉണ്ടാക്കാൻ പലതരം റെസിപ്പി തയ്യാറാക്കി. 17-ാം നൂറ്റാണ്ടിൽ വാൻ ഹെൽമോണ്ട് എന്ന ഡച്ച് ശാസ്ത്രജ്ഞൻ പറഞ്ഞത് ശ്രദ്ധിച്ചാൽ നമുക്ക് ചിരി വരും. അദ്ദേഹം വിശ്വസിച്ചത് മുഷിഞ്ഞ ഒരു ഷർട്ടും കുറച്ച് ഗോതമ്പ് മണികളും ഒരു പാത്രത്തിലിട്ട് 21 ദിവസം മാറ്റിവെച്ചാൽ അതിൽ നിന്ന് എലി ഉണ്ടാവുമെന്നാണ്. വിയർപ്പിലുള്ള ജീവാംശവും ഗോതമ്പിൻ്റെ പോഷകവും ചേർന്ന് എലിയെ സൃഷ്ടിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം. സത്യത്തിൽ വിശന്ന് വലഞ്ഞ എലികൾ ആ പെട്ടിക്കകത്ത് കയറുന്നതാണ് എന്ന് അന്ന് ശാസ്ത്രം തിരിച്ചറിഞ്ഞില്ല.
ഒരു പ്രത്യേക റെസിപ്പി ഉണ്ടെങ്കിൽ ജീവൻ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാമെന്ന് അവർ അന്ധമായിട്ട് വിശ്വസിച്ചു. എന്നാൽ കാലം മാറിയപ്പോൾ മനുഷ്യൻ്റെ നിരീക്ഷണ പാടവം കൂടി. മൈക്രോസ്കോപ്പ് വന്നപ്പോൾ ജീവൻ തനിയെ ഉണ്ടാകില്ല എന്നും ഓരോ ജീവിക്കും അവരുടേതായിട്ടുള്ള മുട്ടകളോ വിത്തുകളോ ഉണ്ടെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കി. ചീഞ്ഞഴുകുന്ന വസ്തുക്കളിൽ എവിടെ നിന്നാണ് മൃഗങ്ങൾ വരുന്നത് എന്നതിന് ശാസ്ത്രീയമായ വിശദീകരണങ്ങൾ കിട്ടി. എലികൾ പുറത്തു നിന്ന് വരുന്നതാണെന്നും പുഴുക്കൾ ഈച്ചയിടുന്ന മുട്ടയിൽ നിന്നുണ്ടാകുന്നതാണെന്നും തെളിയിക്കപ്പെട്ടു. പക്ഷേ ബാക്ടീരിയകളെയും അമീബകളെയും പരിഗണിക്കുമ്പോൾ ഇത്തരം അതിസൂക്ഷ്മ ജീവികളുടെ കാര്യത്തിൽ എങ്ങനെ തനിയെ ഉണ്ടാകും, അല്ലെങ്കിൽ എങ്ങനെ സ്പോണ്ടേനിയസ് ജനറേഷൻ ആയിട്ടത് നിൽക്കുമെന്ന് ഒരു വലിയ തർക്കം ഉണ്ടായിരുന്നു. ഇവർ വളരെ ലളിതമായ ജീവികളായതുകൊണ്ട് ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്നുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പലരും കരുതി. 19-ാം നൂറ്റാണ്ടിലെ ലൂയി പാസ്റ്റർ എന്ന ഫ്രഞ്ച് സയൻറ്റിസ്റ്റാണ് ഈ ഒരു തർക്കത്തിന് അവസാനം ഉണ്ടാക്കുന്നത്. അദ്ദേഹം സ്വാൻ നെക്ക് ഫ്ലാസ്ക് എന്ന് വിളിക്കുന്ന താറാവിൻ്റെ കഴുത്തുപോലെ വളഞ്ഞ ഒരു കുപ്പി ഉപയോഗിച്ച് ഒരു പരീക്ഷണം നടത്തി. അതിനുള്ളിൽ ജൈവവസ്തുക്കളടങ്ങിയ മിശ്രിതം എടുത്ത് അദ്ദേഹം നന്നായി തിളപ്പിച്ചു. അങ്ങനെ ഉള്ളിലുള്ള സകല ജീവാംശത്തെയും കൊന്നു. ആ വളഞ്ഞ കഴുത്തിലൂടെ വായു അകത്തേക്ക് കടക്കാമെങ്കിലും പൊടിപടലങ്ങൾക്കോ ബാക്ടീരിയകൾക്കോ കുപ്പിക്കുള്ളിലെ മിശ്രിതത്തിലെത്താൻ കഴിയില്ല. ആ ഫ്ലാസ്ക് മാസങ്ങളോളം അങ്ങനെ സ്റ്റെറൈൽ ചെയ്ത അവസ്ഥയിൽ തുടർന്നു. അങ്ങനെ അതിൽ പുതിയ ജീവനൊന്നും ഉണ്ടായില്ല. അതായത് ജീവനില്ലാത്ത വസ്തുക്കൾക്ക് തനിയെ ജീവനെ സൃഷ്ടിക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം ലോകത്തിന് ചെറിയൊരു എക്സ്പെരിമെൻറ്റിലൂടെ കാണിച്ചു കൊടുത്തു. ലാബുകളിൽ നിന്നും നമുക്ക് ജീവനെ പൂജ്യത്തിൽ നിന്ന് സൃഷ്ടിക്കാൻ പറ്റിയിട്ടില്ല. ഫ്രാങ്ക്സ്റ്റീൻ എന്ന കഥയിലെ പോലെ ജീവനില്ലാത്ത ശരീരത്തിന് ജീവൻ നൽകുക എന്നുള്ളത് വെറും ഭാവനയായിട്ട് ഇപ്പോഴും തുടരുന്നുണ്ട്. എക്സാക്റ്റ് ജീവനെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല, പക്ഷേ ജീവൻ്റെ പ്രോപ്പർട്ടീസ് കാണിക്കുന്നവയെ ലാബിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ജീവൻ പൂർണ്ണമായും ജീവനിൽ നിന്ന് മാത്രമേ ഉണ്ടാകൂ എന്നാണ് ഇന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ ഇവിടെയാണ് വലിയൊരു വൈരുദ്ധ്യമുള്ളത്. നമ്മൾ ഭൂമിയുടെ ചരിത്രം നോക്കിയാൽ 400 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി ഉണ്ടായപ്പോൾ ഇവിടെ ജീവൻ്റെ ഒരു തരി പോലും ഉണ്ടായിരുന്നില്ല. ഹേഡിയൻ ഇയോൺ എന്ന് വിളിക്കപ്പെടുന്ന ആ കാലഘട്ടത്തിൽ ഭൂമി എന്ന് പറയുന്നത് തിളച്ചു മറിയുന്ന ഒരു തീഗോളമായിരുന്നു. ജീവൻ്റെ ഒരു അംശം പോലും നിലനിൽക്കാൻ പറ്റാത്ത അത്രയും കൊടും ചൂടും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും വിഷവാതകങ്ങളും നിറഞ്ഞ സ്ഥലം. അതായത് പണ്ടൊരു കാലത്ത് ഭൂമി 100% ഒരു ഡെഡ് പ്ലാനറ്റ് ആയിരുന്നു. അപ്പോൾ ജീവനിൽ നിന്ന് മാത്രമേ വരൂ എന്ന നിയമം ശരിയാണെങ്കിൽ തീർത്തും ജീവനില്ലാത്ത പഴയ ഭൂമിയിൽ നിന്ന് നമ്മൾ ഇന്ന് കാണുന്ന കോടിക്കണക്കിന് ജീവജാലങ്ങൾ എങ്ങനെ ഉണ്ടായി? മഴക്കാടുകൾ മുതൽ ആഴക്കടലുകൾ വരെ ജീവൻ്റെ ബഹളമാണല്ലോ ഇന്ന്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, എന്നോ ഒരിടത്ത് നിർജീവമായ പദാർത്ഥങ്ങളിൽ നിന്നും ജീവൻ ആദ്യമായി ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ചരിത്രത്തിൽ ഒരേ ഒരു തവണ സംഭവിച്ചതോ അല്ലെങ്കിൽ ഒരുപാട് തവണ സംഭവിച്ചതിൽ ഒന്ന് മാത്രം അതിജീവിച്ചതോ ആയ സ്പോണ്ടേനിയസ് ജനറേഷൻ ആയിരിക്കും അത്. ഭൂമിയിലെ ആദ്യത്തെ ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്ന് ഡെവലപ്പ് ചെയ്തു വന്നതാണ്. പക്ഷെ അതെങ്ങനെ സംഭവിച്ചു? ഏത് പദാർത്ഥത്തിൽ നിന്നാണ് അതുണ്ടായത്? ഇതൊക്കെയാണ് ഉത്തരം കിട്ടാൻ വേണ്ടി സയൻസ് തിരയുന്ന ചോദ്യങ്ങൾ. ആദ്യത്തെ ജീവൻ എന്നത് എലിയോ പുഴുവോ ഒന്നുമല്ല, അതൊരു അതിസൂക്ഷ്മമായ കണമാണ് എന്ന് ചിന്തിച്ചാൽ അതിന് ഉത്തരം കിട്ടും. ജീവൻ എന്ന് വെച്ചാൽ എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവും. നമ്മുടെ വിദ്യാഭ്യാസ രീതികളിൽ ജീവൻ എന്നാൽ ശ്വസിക്കുന്നതും വളരുന്നതും വംശവർദ്ധനവും നടത്തുന്നതും ഒക്കെയാണെന്ന് പഠിക്കാറുണ്ട്. ക്രിസ്റ്റലുകൾ പക്ഷേ വളരാറുണ്ട്, കമ്പ്യൂട്ടർ വൈറസുകൾ പെരുകാറുണ്ട്, അൽഗോരിതങ്ങൾ സ്വയം പഠിക്കാറുണ്ട്. അപ്പോൾ അവയൊക്കെ ജീവിക്കുന്നുണ്ടോ? അല്ല. ജീവൻ്റെ യഥാർത്ഥ രഹസ്യം അറിയണമെങ്കിൽ നമ്മൾ മൈക്രോസ്കോപ്പിക് ലെവലിലേക്ക് പോകണം. ഭൂമിയിലെ ഏറ്റവും ലളിതമായിട്ടുള്ള ജീവിയായ ബാക്ടീരിയ എടുത്ത് നോക്കിയാൽ അതിൽ പ്രധാനമായിട്ടും 2 കാര്യങ്ങളുണ്ട്. ഒന്ന് DNA, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് പോലെയുള്ള സ്വയം പകർത്താൻ കഴിവുള്ള ഒരു തന്മാത്രം. ഇതിനെ നമ്മൾ ഇൻസ്ട്രക്ഷൻ മാനുവൽ പോലെ കരുതാറുണ്ട്. നിങ്ങളെ എങ്ങനെ നിർമ്മിക്കണം, കേടുപാടുകൾ എങ്ങനെ തീർക്കണം എന്നൊക്കെയുള്ള കോഡുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. 2 മെറ്റബോളിസം അഥവാ ഉപാപചയ പ്രവർത്തനങ്ങൾ. ഇതൊരു എൻജിൻ പോലെയാണ് പ്രവർത്തിക്കുന്നത്. പുറത്തു നിന്ന് വരുന്ന ഇന്ധനം സ്വീകരിച്ച് അതുപയോഗിച്ച് ഇൻസ്ട്രക്ഷൻ മാനുവലിലെ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന രാസപ്രവർത്തനങ്ങളുടെ ഒരു നിരയാണിത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ സകല ജീവൻ്റെയും അടിസ്ഥാനം കോശങ്ങളാണ്. ഈ കോശങ്ങൾക്കുള്ളിൽ ആധുനികമായൊരു ഫാക്ടറിയേക്കാൾ വലിയ പ്രവർത്തനങ്ങൾ ഒരേ സമയം നിർത്താതെ നടക്കുന്നുണ്ട്. വൈറസുകളുടെ കാര്യം നോക്കിയാൽ അവയ്ക്ക് DNA അല്ലെങ്കിൽ RNA ഉണ്ട്, പക്ഷേ അവയ്ക്ക് സ്വന്തമായി ഒരു ഫാക്ടറി ഇല്ല. അതുകൊണ്ടാണ് അവ മറ്റൊരു ജീവിയെ ആശ്രയിക്കുന്നത്. ഇപ്പോൾ കൊറോണ വൈറസ് പുറത്ത് നിൽക്കുമ്പോൾ ഒരു ജീവിയല്ല, അത് നമ്മുടെ ശരീരത്തിൽ കയറുമ്പോഴാണ് അത് പെറ്റുപെരുകുന്നത്. ചില ഗവേഷകർ വൈറസുകളെ ജീവൻ്റെയും ജീവനില്ലാത്തതിൻ്റെയും ഇടയിലുള്ള ഒരു ബ്രിഡ്ജായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ സ്വയം പകർത്താൻ കഴിവുള്ള ഒരു തന്മാത്രയും മീൻസ് സെൽഫ് റെപ്ലിക്കേറ്റിംഗ് മോളിക്യൂളും ഊർജം കണ്ടെത്താനുള്ള മെറ്റബോളിസവുമാണ് ലൈഫിന് വേണ്ടത്. നമ്മുടെ DNA എന്ന് പറയുന്നത് ദശലക്ഷക്കണക്കിന് കുഞ്ഞു തന്മാത്രകൾ ചേർന്നുണ്ടായ ഒരു കൂറ്റൻ ഘടനയാണ്. ഇത്രയും വലിയ സംഗതി എങ്ങനെയാണ് ആദ്യം ഉണ്ടായത്? ഇവിടെയാണ് കാർബൺ എന്ന് പറയുന്ന മൂലകത്തിൻ്റെ പ്രാധാന്യം. പ്രപഞ്ചത്തിൽ ഒരുപാട് എലമെൻ്റ് ഉണ്ടെങ്കിലും ജീവന് കാർബണിനോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. ഇതിനെ നമുക്ക് ലിഗോ ബ്ലോക്കുകൾ പോലെ സങ്കല്പിക്കാം. കാർബണിന് 4 കൈകളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരേ സമയം മറ്റ് 4 ആറ്റങ്ങളെ പിടിച്ചു നിർത്താൻ അതിന് പറ്റും.
അങ്ങനെ വലിയ വലിയ ചെയിനുകളും സങ്കീർണമായ രൂപങ്ങളും നിർമ്മിക്കാൻ കാർബൺ സഹായിക്കുന്നുണ്ട്. അങ്ങനെ കാർബണും ഹൈഡ്രജനും ഓക്സിജനും നൈട്രജനും ഒക്കെ ചേർന്നുണ്ടാകുന്ന തന്മാത്രകളെയാണ് നമ്മൾ ഓർഗാനിക് മോളിക്യൂൾസ് എന്ന് വിളിക്കുന്നത്. പഴയ ഭൂമിയിലെ സമുദ്രങ്ങളിൽ ഇത്തരം മോളിക്യൂളുകൾ ധാരാളമായിട്ടുണ്ടായിരുന്നു. 1950കളിൽ മില്ലറും യൂറിയും നടത്തിയ വിഖ്യാതമായിട്ടുള്ള ഒരു പരീക്ഷണം വഴി മിന്നലും ചൂടുമുള്ള അന്തരീക്ഷത്തിൽ സാധാരണ രാസവസ്തുക്കൾ ചേർന്ന് ജീവൻ്റെ അടിസ്ഥാന ഘടകങ്ങളായിട്ടുള്ള അമിനോ ആസിഡുകൾ ഉണ്ടാകുമെന്ന് തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത് എന്നതുപോലെയുള്ളൊരു പ്രശ്നമുണ്ട്. DNA നിർമ്മിക്കാൻ പ്രോട്ടീൻ എന്ന മെഷീൻ വേണം. പക്ഷേ പ്രോട്ടീൻ ഉണ്ടാക്കാൻ DNA വിവരങ്ങൾ വേണം. ഇതിലേതാണ് ആദ്യം വന്നത്? അതിനുള്ള ഉത്തരമായിട്ട് ഗവേഷകർ പറയുന്നതാണ് RNA എന്ന് പറയുന്ന തന്മാത്ര, DNA എക്സാക്റ്റ് ഹാഫ്. RNA നമുക്കൊരു സ്വിസ് ആർമി നൈഫ് പോലെ കരുതാം. അതായത് ഇതിന് വിവരങ്ങൾ സൂക്ഷിക്കാൻ പറ്റും, അതേസമയം തന്നെ ഒരു മെഷീനെ പോലെ പ്രവർത്തിക്കാനും പറ്റും. പണ്ട് ഭൂമിയിൽ RNA ഒരു ലോകമായിരുന്നു എന്ന് ഗവേഷകർ വിശ്വസിക്കുന്നു. പക്ഷേ വെറും കടൽ വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകി നടന്നാൽ ഈ തന്മാത്രകൾ ചെതറിപ്പോവും. അവയ്ക്ക് ഒന്നിച്ച് നിൽക്കാനായിട്ട് ഒരു ബോക്സ്, ഒരു കണ്ടെയ്നർ വേണം. ഈ ബോക്സുകൾ നിർമ്മിക്കുന്നതാണ് ഫാറ്റി ആസിഡ്സ്. കെമിസ്ട്രിയുടെ ലോകത്ത് ഇവർക്ക് വിചിത്രമായ ഒരു സ്വഭാവമുണ്ട്, ഒരു ദ്വന്ദ്വ വ്യക്തിത്വം, ഡ്യുവൽ പേഴ്സണാലിറ്റി, ഇരട്ട വ്യക്തിത്വം എന്നും പറയാറുണ്ട്. ശാസ്ത്രജ്ഞർ ഇതിനെ ആംഫിബിക് എന്ന് വിളിക്കും. ഒരു വശത്ത് ഇത്തരം ഫാറ്റി ആസിഡ്സിന് വെള്ളത്തിനോട് ഭയങ്കര ഇഷ്ടമാണ്, അതായത് വെള്ളത്തെ പിടിച്ചു വയ്ക്കും. അതിനെ നമ്മൾ പോളാർ ഹെഡ് എന്ന് പറയും. വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ ഈ സൈഡിന് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ അതിൻ്റെ മറുഭാഗം, അതായത് അതിൻ്റെ വാൽ ഭാഗം ഹൈഡ്രോഫോബിക്കാണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇവന് വെള്ളത്തെ കാണുന്നത് പേടിയാണ്. അതായത് ഒരു സൈഡിൽ ഭയങ്കര ഇഷ്ടവും വേറൊരു സൈഡിൽ ഭയങ്കര വെറുപ്പും. ഒരു തരം വിഷം പോലെ ഈ വെള്ളത്തെ ഇഷ്ടമില്ലാത്ത ഭാഗം അതിനെ ഇങ്ങനെ അകറ്റി നിർത്തും. സോ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഭൂമിയിലെ ആദ്യത്തെ സമുദ്രങ്ങളിൽ ഇത്തരം ഒരുപാട് ഫാറ്റി ആസിഡുകൾ ഒന്നിച്ച് വന്നപ്പോൾ അവിടെ ഒരു പ്രതിസന്ധി ഉണ്ടായി. അതായത് എല്ലാവർക്കും ഒരേപോലെ സുഖമായി ഇരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഫിസിക്സിലെ ഏറ്റവും കർക്കശമായ നിയമങ്ങൾ അനുസരിച്ച് ഇവർ തനിയെ സംഘടിക്കാൻ തുടങ്ങി, സെൽഫ് ഓർഗനൈസ് ചെയ്യാൻ തുടങ്ങി. തങ്ങളുടെ ആ വെള്ളത്തെ പേടിയുള്ള വാലുകളെ ഉള്ളിലേക്ക് ഒളിപ്പിച്ചു വെച്ചും വെള്ളത്തെ ഇഷ്ടമുള്ള തലഭാഗം പുറത്തേക്ക് കാണിച്ചും ഇവർ കൂട്ടം കൂടി നിൽക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ആദ്യം ഇവർ ചെറിയ പന്തുകൾ പോലെ, മിസൈൽസ് പോലെ രൂപപ്പെട്ടിട്ട് ഫാറ്റി ആസിഡുകളുടെ എണ്ണം കൂടിയപ്പോൾ കൂടുതൽ സങ്കീർണമായൊരു ഘടന ഇവർ കണ്ടെത്തി. അതായത് ഇതൊരു ബൈലെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇരട്ടപ്പാളികളായി മാറാൻ തുടങ്ങി. അങ്ങനെ വാലുകൾ ഉള്ളിലേക്ക് നോക്കി നിൽക്കുന്ന 2 നിരകളായി മാറി. ഈ പാളികൾ പതുക്കെ വളഞ്ഞ് സ്വയം കൂട്ടിമുട്ടി ഒരു പൊള്ളയായ കുമിള പോലെ നിൽക്കാൻ തുടങ്ങി. ഇതിനെയാണ് നമ്മൾ വെസിക്കിൾസ് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് ഇന്നും നമുക്ക് നമ്മുടെ ചുറ്റുപാടും കാണാൻ പറ്റും. ഭൂമിയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വസ്തുവിന് ഒരു ഉള്ള്, ഒരു ഇൻസൈഡും ഒരു പുറം, ഒരു ഔട്ട്സൈഡും അങ്ങനെയാണ് ഉണ്ടാവുന്നത്. ഇത് തന്നെയായിരുന്നു പ്രോട്ടോസെൽ അഥവാ ആദ്യത്തെ പ്രാകൃത കോശങ്ങളുടെ ജനനം. ഈ കുമിളകൾക്ക് സ്വന്തമായി ജീവനൊന്നും ഇല്ല. പക്ഷേ ജീവൻ എന്ന മഹാവിസ്മയം അരങ്ങേറാനായിട്ട് ഒരു സ്റ്റേജ് അവിടെ ഒരുങ്ങിയിട്ടുണ്ട്. സമുദ്രത്തിലെ ആ വലിയ പരപ്പിൽ രാസവസ്തുക്കൾ ഇങ്ങനെ ചിതറിക്കിടക്കുകയാണ്. പക്ഷേ ഈ കുമിളയ്ക്കുള്ളിൽ അവയ്ക്ക് ഒന്നിച്ച് നിൽക്കാൻ പറ്റി. അബദ്ധവശാൽ ഏതെങ്കിലും ഒരു RNA ഇതിനുള്ളിൽ കുടുങ്ങിയാൽ അതൊരു വലിയ വിജയമാണ്. കാരണം പുറത്തുള്ളതിനേക്കാൾ ആയിരക്കണക്കിന് മടങ്ങ് വേഗത്തിൽ കെമിക്കൽ റിയാക്ഷൻസ് ഇതിൻ്റെ ഉള്ളിൽ നടക്കും. ഈ ഫാറ്റി ആസിഡ് ഭിത്തികൾക്ക് ഒരു ഗുണവുമുണ്ട്. അവ ഒരുതരം അരിപ്പ പോലെയാണ്. അതായത് ചെറിയ രാസവസ്തുക്കളെ, കെമിക്കൽസിനെ അത് അകത്തേക്ക് കയറ്റും. പക്ഷേ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന വലിയ RNA തന്മാത്രകളെ ഇത് പുറത്തേക്ക് വിടില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു കൂട് പോലെ, അതായത് ഒരു ലോബ്സ്റ്റർ ട്രാപ്പ് പോലെ ഇത് പ്രവർത്തിക്കും. സാധനങ്ങൾ അകത്തേക്ക് വരും, പക്ഷേ അതിനകത്ത് റിയാക്ഷൻ നടന്ന് പ്രോഡക്റ്റ് ഉണ്ടായാൽ അത് പുറത്തേക്ക് പോവില്ല. ഈ ഒരു സംവിധാനം വന്നതോടെയാണ് ആദ്യത്തെ മെറ്റബോളിസം അഥവാ ആന്തരികമായിട്ടുള്ള രാസപ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ കൂടിനുള്ളിൽ കാര്യങ്ങൾ വെറുതെ നടക്കുകയല്ല, മറിച്ച് RNA നിർദ്ദേശപ്രകാരം അത് ചിട്ടയായിട്ട് സംഭവിക്കുകയാണ്. ഇത് കെമിക്കലുകളുടെ ഒരു കോമ്പറ്റീഷനാണ്. സ്വയം നിലനിൽക്കാനും പെരുകാനും കഴിവുള്ള തന്മാത്രകൾ മാത്രം അക്കാലത്ത് അതിജീവിച്ചു. നക്ഷത്രങ്ങളിൽ ജനിച്ച ആറ്റങ്ങൾ ഭൂമിയിൽ വന്ന് വലിയ തന്മാത്രകളായി മാറി. പിന്നീട് അവർ ഒരു കവചത്തിനുള്ളിൽ ഒതുങ്ങി ഒരു പുതിയ തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. പക്ഷേ ഇവിടെ ഒരു ചോദ്യം ബാക്കിയുണ്ട്. വലിയൊരു മെഷീൻ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? അത് പ്രവർത്തിക്കാൻ ചാർജ് അഥവാ പവർ വേണ്ടേ? ഒരു മൊബൈൽ ഫോൺ കയ്യിലുണ്ടെങ്കിലും അതിന് ചാർജ് ഇല്ലെങ്കിൽ അതൊരു കഷ്ണം പ്ലാസ്റ്റിക്കും ചില്ല് മാത്രമാണ്. അതുപോലെ തന്നെയാണ് ആദ്യത്തെ കോശങ്ങളും. അവയ്ക്ക് പ്രവർത്തിക്കാൻ ഒരു ഊർജ്ജം അഥവാ എനർജിയുടെ ഉറവിടം ആവശ്യമുണ്ട്. ഇന്നത്തെ കാലത്ത് മിക്ക ജീവനുകളും സൂര്യപ്രകാശത്തിൽ നിന്നാണ് ഊർജ്ജം കണ്ടെത്തുക. ഇതിനെയാണ് നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. പക്ഷേ 4 ശതകോടി വർഷങ്ങൾക്ക് മുമ്പ് ഈ വിദ്യയൊന്നും ആർക്കും അറിയില്ല. അല്ലെങ്കിൽ 400 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഇതൊന്നും ആർക്കും അറിയില്ല. അന്ന് സമുദ്രത്തിൻ്റെ ഉപരിതലം അതിഭയങ്കരമായിട്ടുള്ള UV കിരണങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഈ ആദ്യത്തെ കുഞ്ഞു കോശങ്ങൾക്ക് എവിടെ നിന്നാണ് പവർ കിട്ടിയത്? ഇതിന് മറുപടിയായി ഗവേഷകർ വിരൽ ചൂണ്ടുന്നതാണ് സമുദ്രത്തിൻ്റെ ആഴം.
അതായത് സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ ഹൈഡ്രോ തെർമൽ വെൻറ്റുകൾ എന്ന് വിളിക്കുന്ന പ്രത്യേകതരം സ്ഥലമുണ്ട്. ഭയങ്കര ആഴമല്ല, ഒരു മീഡിയം ആഴത്തിൽ ഭൂമിയുടെ അകത്തുള്ള ലാവ കരയുമായിട്ട് ടച്ച് ചെയ്യുന്നൊരു സ്ഥലമുണ്ടാവും. അപ്പോൾ കരയായിട്ട് ടച്ച് ചെയ്യുമ്പോൾ അവിടെ കടലാണ്. അപ്പോൾ കടൽ വെള്ളം ചൂടാവും. അപ്പോൾ ആ കടൽ വെള്ളം ചൂടാകുമ്പോൾ അവിടെ പ്രത്യേകതരം വെൻറ്റുകൾ രൂപപ്പെടും. കടലിൻ്റെ അടിത്തട്ടിലെ അഗ്നിപർവ്വതം പോലിരിക്കുന്ന കുഞ്ഞു ചിമ്മിനികളാണിവ. ഈ സുഷിരങ്ങളിൽ നിന്ന് തിളച്ചു മറിയുന്നതും മിനറലുകൾ നിറഞ്ഞതുമായിട്ടുള്ള വെള്ളമാണ് പുറത്തേക്ക് വരിക. നിങ്ങളിങ്ങനെ സങ്കല്പിക്കുക, ഇരുട്ടു നിറഞ്ഞ ആഴക്കടലിൽ ചൂടുള്ള വെള്ളം പുറത്തേക്ക് വിടുന്ന വലിയ പാറ കൊണ്ടുള്ള ചിമ്മിനീസ്. കോശങ്ങളുടെ അത്ര തന്നെ വലിപ്പമുള്ള ചെറിയ കുഞ്ഞു സുഷിരങ്ങൾ വരെ അവിടെ ഉണ്ട്. പുറത്തുള്ള അസിഡിക് ആയിട്ടുള്ള കടൽ വെള്ളവും വെൻറ്റുകളിൽ നിന്ന് വരുന്ന വെള്ളവും തമ്മിലൊരു ഇലക്ട്രിക്കൽ ഡിഫറൻസ് അവിടെ ഉണ്ടാവും. അതൊരു നാച്ചുറൽ ബാറ്ററി പോലെ പ്രവർത്തിക്കും. മേ ബി ഫസ്റ്റ് ജീവൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പാറകളിൽ പറ്റിപ്പിടിച്ചിരുന്ന് ഇത്തരത്തിലുള്ള ഈ ഒരു ചാർജിൻ്റെ വ്യത്യാസം മൂലം ഉണ്ടാകുന്ന ബാറ്ററിയിൽ നിന്ന് ഊർജ്ജം എടുക്കുകയാണ് ചെയ്തത്. സ്വന്തമായി എനർജി ഉണ്ടാക്കാൻ പഠിക്കുന്നതിന് മുൻപ് ഭൂമിയിൽ നിന്ന് കിട്ടിയ ഫ്രീ എനർജി ഉപയോഗിച്ചാണ് അവർ പുതിയ RNAയും ഫാറ്റി ആസിഡും ഉണ്ടാക്കിയത്. പതുക്കെ പതുക്കെ ഈ കോശങ്ങൾ സ്വന്തമായി എനർജി ഉണ്ടാക്കാൻ പഠിച്ചു. അന്ന് അവർക്ക് സ്വന്തമായി പമ്പുകളുണ്ടായി. അങ്ങനെ അവർ ആ പാറകളിൽ നിന്ന് പുറത്തിറങ്ങി സമുദ്രമാകെ പടരാൻ തുടങ്ങി. നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രയാസമേറിയ മാറ്റമാണിത്. ഈ കോശങ്ങൾ ശക്തമായതോടെ RNAയുടെ പരിമിതികൾ അവർക്ക് മനസ്സിലായി. RNA ഭയങ്കര സ്പീഡാണ്, പക്ഷേ ചൂടിൽ അത് പെട്ടെന്ന് നശിച്ചു പോകും. വിവരങ്ങൾ വർഷങ്ങളോളം സൂക്ഷിച്ചു വയ്ക്കാൻ അതിന് പറ്റില്ല. അങ്ങനെയായിരിക്കാം DNA രംഗപ്രവേശനം ചെയ്യുന്നത്. DNA എന്ന് പറയുന്നത് RNAയുടെ തന്നെ കുറച്ചുകൂടി കരുത്തുള്ള രൂപമാണ്. ഇതിൽ നിന്ന് ഒരു ഓക്സിജൻ ആറ്റം കുറവായതുകൊണ്ട് ഇതിനെ ഡീഓക്സി എന്ന് വിളിക്കുന്നു. DNA ഒരു വലിയ ലൈബ്രറി പോലെയാണ്. വിവരങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കാൻ DNAയും പണി ചെയ്യാൻ പ്രോട്ടീനും ഇവയ്ക്കിടയിൽ സന്ദേശങ്ങൾ എത്തിക്കാൻ RNAയും എന്ന രീതിയിൽ ജോലിക്ക് ഒരു വിഭജനം നടന്നു. ഈ സിസ്റ്റം അത്രയ്ക്ക് പെർഫെക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇന്ന് വരെ അതിനൊരു മാറ്റവും വന്നിട്ടില്ല. ഇവിടെയാണ് നമ്മൾ ലൂക്ക, അതായത് ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസിസ്റ്റർ എന്ന പൊതുപൂർവികനെ കണ്ടെത്തുന്നത്. ഇത് ആദ്യത്തെ ജീവിയല്ല, പക്ഷേ ഇന്നത്തെ സകല ജീവൻ്റെയും ഉറവിടമാണ്. നിങ്ങളൊരു മനുഷ്യൻ്റെയോ ഒരു കാട്ടിലെ മഷ്റൂമിൻ്റെയോ ഒരു പുൽനാമിൻ്റെയോ ഒക്കെ കുടുംബചിത്രം പുറകോട്ട് പരിശോധിച്ചാൽ ഏകദേശം 350 കോടി വർഷങ്ങൾക്ക് മുൻപ് ഇതെല്ലാം ഒരൊറ്റ ബിന്ദുവിൽ ചെന്ന് നിൽക്കും. നമ്മളെല്ലാവരും ഒരേ ഭാഷയിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. സകല ജീവജാലങ്ങൾക്കുമുള്ള DNA കോഡുകൾ ഏകദേശം ഒന്ന് തന്നെയാണ്. ഇതിനർത്ഥം നമ്മളെല്ലാവരും ഒരൊറ്റ കുഞ്ഞു ജീവിയിൽ നിന്ന് പടർന്ന് പന്തലിച്ചവരാണെന്നാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാം ഒരൊറ്റ വലിയ കുടുംബമാണ്. സോ നമ്മൾ ആ ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒന്നുകൂടി നോക്കാനായിട്ട് തയ്യാറായാൽ ഒരു കാര്യം മനസ്സിലാവും. ജീവൻ എന്നത് മറ്റേതോ ലോകത്ത് നിന്ന് വന്ന ഒന്നാണോ എന്ന ചോദ്യം അങ്ങനെ അല്ല എന്ന് തോന്നുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. പദാർത്ഥങ്ങൾ വളരെ സങ്കീർണമായി സംഘടിക്കപ്പെടുമ്പോൾ അവയ്ക്ക് കിട്ടുന്നൊരു സ്വഭാവമാണ് ജീവൻ. നമ്മൾ ഈ പ്രപഞ്ചത്തിന് പുറത്തുള്ളവരല്ല. പ്രപഞ്ചത്തിന് തന്നെക്കുറിച്ച് ആലോചിക്കാൻ കിട്ടിയൊരു വഴിയാണ് നമ്മൾ. ഒരു തരി വെളിച്ചം പോലുമില്ലാത്ത ആഴക്കടലിൻ്റെ പാറക്കൂട്ടങ്ങളിൽ തുടങ്ങിയ ആ ചെറിയ രാസപ്രവർത്തനം ഇന്നും തുടരുന്നുണ്ട്. ഹിമയുഗങ്ങളെയും ഛിന്നഗ്രഹങ്ങളെയും അതിജീവിച്ച് ആ കനൽ ഇന്ന് നിങ്ങളിലെത്തി നിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മളിലെത്തി നിൽക്കുന്നു. നമ്മൾ എവിടെ നിന്ന് വന്നു എന്ന ചോദ്യത്തിന് മണ്ണിലും നക്ഷത്രത്തിനും ആഴക്കടലിലും ഒരേപോലെ ഉത്തരവുണ്ട്. നക്ഷത്രങ്ങളുടെ ഉള്ളിൽ പാകം ചെയ്യപ്പെട്ട കാർബണും ബിഗ് ബാങ്ങിൻ്റെ സമയത്തുണ്ടായ ഹൈഡ്രജനും ചേർന്നാണ് നമ്മൾ നിർമ്മിക്കപ്പെട്ടത്. ഇതിൻ്റെ ബാക്കി ഇനി പറയാനുണ്ട്, ബട്ട് ഒരുപാട് നീണ്ടുപോയതുകൊണ്ട് ഞാനിവിടെ ചുരുക്കുകയാണ്. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് courses.jrstudio.com എന്ന് പറയുന്ന എൻ്റെ വെബ്സൈറ്റിൽ നമുക്ക് എങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാമെന്നും എങ്ങനെ ഈ നുണകളുടെ കാലത്ത് സത്യം മനസ്സിലാക്കാമെന്നും നിങ്ങൾക്കിതുപോലെ യൂട്യൂബ് വീഡിയോസുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ട്രെയിനിങ് ഉൾപ്പെടെ ഞാൻ കോഴ്സസായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് ചെക്കൗട്ട് ചെയ്യുക. ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളൊരു കണ്ടൻറ് ക്രിയേറ്റർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുമെന്നാണ് പ്രത്യേകം പറയാനുള്ളത്. എന്തായാലും ഇതിൻ്റെ ബാക്കി എപ്പിസോഡുകൾ ചെയ്യണോ വേണ്ടേ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നമ്മളിതിൻ്റെ അടുത്ത പാർട്ടുകൾ ചെയ്യും. ബാക്കി എപ്പിസോഡുകളായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.